Hi students, ഇന്ന് നമ്മൾ ലാസ്റ്റ് ഇയർ നടന്ന കീം എക്സാമിലെ മാത്തമാറ്റിക്സ് സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, sec square 15 degree minus 1 divided by sec square 15 degree is equal to. അപ്പോൾ ട്രിഗ്നോമെട്രിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. sec square തീറ്റ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ടാൻ സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ മുകളിലെ ന്യൂമറേറ്ററിനെ നമുക്ക് ടാൻ സ്ക്വയർ 15 എഴുതാം. ദെൻ sec square 15 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by sec square എന്ന് പറഞ്ഞാൽ cos square ആണ്. That is tan square 15 degree into cos square 15 degree. ടാനിനെ നമുക്ക് എങ്ങനെ എഴുതാം? sin by cos എന്ന് എഴുതാം. That is sin square 15 degree divided by cos square 15 degree. അപ്പോൾ ഈ cos square 15 ഡിഗ്രിയും ഇത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം ടേം ആണ്. ആ ടൈം ക്യാൻസൽ ആയി പോവും. ബാക്കി sin square 15 ഡിഗ്രി ഉണ്ട്. sin square തീറ്റനെ നമുക്ക് 1 minus cos 2 theta by 2 എന്ന് എഴുതാം. That is 1 minus cos 30 degree by 2, അതായത് 15 into 2 30. അങ്ങനെയാണ് cos 2 theta cos 30 ആയിട്ട് മാറുന്നത്. cos 30 equal to root 3 by 2 ആണ്. That is 1 minus root 3 by 2 divided by 2 എന്ന് പറഞ്ഞാൽ 2 minus root 3 by 4 ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മെട്രിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. if B equal to matrix 1 alpha 3 1 3 3 2 4 4 is the adjoint of 3 by 3 matrix A and determinant A equal to 4, then the value of alpha is. അതായത് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ആ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 3 by 3 മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് കൂടാതെ ഡിറ്റർമിനൻറ്റ് എ എന്ന് പറഞ്ഞാൽ 4ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബിയിൽ അൺനോൺ ആണ് ആൽഫ എന്ന് പറയുന്ന വാല്യൂ. ആൽഫയുടെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സിൻസ് ഡിറ്റർമിനൻറ്റ് എ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? മെട്രിക്സ് എ എന്ന് പറയുന്നത് ഒരു നോൺ സിംഗുലർ സ്ക്വയർ മെട്രിക്സ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോൺ സിംഗുലർ മെട്രിക്സ് ആയ കാരണം നമുക്ക് എന്ത് എഴുതാം? അഡ്ജോയിൻ്റ് ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻ്റ് എയുടെ ഡിറ്റർമിനൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ എയുടെ ഡിറ്റർമിനൻറ്റ് സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് അഡ്ജോയിൻ്റ് എ ഏതാണ്? ബി ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് മെട്രിക്സ് എയുടെ അഡ്ജോയിൻ്റ് ആണ് ബി എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് ബി ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് എ ദ ഹോൾ സ്ക്വയർ. ഡിറ്റർമിനൻറ്റ് ബി എങ്ങനെ എഴുതും? ഡിറ്റർമിനൻറ്റ് ഈ ടേംസ് എല്ലാം അടുത്ത് എഴുതി ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ. ഡിറ്റർമിനൻറ്റ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ ഈക്വൽ ടു 16. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എങ്ങനെ എഴുതാം? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളും ഇല്ലാതെ നോക്കുമ്പോൾ 1 into 4 into 3 minus 4 into 3 ദാറ്റ് ഈസ് 12 minus 12 മൈനസ് ഈ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളും മാറ്റി നോക്കുമ്പോൾ മൈനസ് ആൽഫ ഇൻറ്റു 1 into 4 മൈനസ് 2 into 3 പ്ലസ് 3 ഇൻറ്റു ഈ ഫസ്റ്റ് റോയും ലാസ്റ്റ് കോളും ക്യാൻസൽ ചെയ്തിട്ട് നോക്കുമ്പോൾ 3 into 1 into 4 മൈനസ് 2 into 3 ഈക്വൽ ടു 16. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 alpha minus 6 ഈക്വൽ ടു 16 വരും. ദാറ്റ് ഈസ് ആൽഫ ഈക്വൽ ടു 22 by 2 ദെൻ ആൽഫ ഈക്വൽ ടു 11. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ. Next question, if the points 2 minus 3 lambda minus 1 and 9 0 4 are collinear, then the value of lambda is equal to. Okay, കോർഡിനേറ്റ് ജോമെട്രി എന്നുള്ളൊരു പ്രോബ്ലം ആണിത്. അതായത് 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്, അത് കൊളീനിയർ ആണ്. അങ്ങനെയാണെങ്കിൽ അൺനോൺ വാല്യൂ ലാംഡയുടെ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 3 പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഡസ് നോട്ട് ഫോം എ ട്രയാങ്കിൾ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ മെയ്ഡ് ബൈ ദീസ് പോയിന്റ് ഷുഡ് ബി 0 അല്ലേ? കൊളീനിയർ അതാണ് ഒരേ ലൈനിൽ ഒരു പ്ലെയിനിൽ കിടക്കുന്ന പോയിന്റ്സ് ആണെന്നാണ്, ഒരു ലൈനിൽ കിടക്കുന്ന പോയിന്റ്സ് ആണിത് ഈ 3 പോയിന്റ്സും. അപ്പോൾ അതൊരിക്കലും ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യില്ല. അപ്പോൾ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 1/2 x1 x2 x3 മെട്രിക്സ് y1 y2 y3 1 1 1 ഈക്വൽ ടു 0 എന്നാണ് പറയുന്നത്. x1 y1 എവിടെ നിന്ന് കിട്ടും? ഇതാണ് 2 minus 3 ആണ് x1 y1, x2 y2 ലാംഡ മൈനസ് 1, x3 y3 0 4. അപ്പോൾ അങ്ങനെ x1ഉം x2 x3 കോളായിട്ട് കൊടുത്തു. 2 ലാംഡ 0 y1 y2 y3 മൈനസ് 3 മൈനസ് 1 4 മൈനസ് 3 മൈനസ് 1 4 1 1 1. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടന്റ് വരും 2 into minus 1 minus 4 minus minus 3 into lambda minus 0 plus 1 into lambda into 4 minus 0 equal to 0. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? minus 10 plus 3 lambda plus 4 lambda equal to 0, 7 lambda equal to 10, that is lambda equal to 10 by 7. ഓപ്ഷൻ ഇ ആണ് ആൻസർ. The solution set for the ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്.
അത് വേണ്ട, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് ഡിറ്റർമിനന്റ് x1 2 4 1x 1 minus 1 3 equal to minus 10, then the values of x are. എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഇക്വേഷൻ ഫോർമുല യൂസ് ചെയ്യാം. അപ്പോൾ ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 22 ഈക്വൽ ടു മൈനസ് 10. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് എക്സിൻ്റെ വാല്യൂ നോക്കിയാൽ നമുക്കതിന് കറസ്പോണ്ടിങ് എക്സിൻ്റെ വാല്യൂസ് കിട്ടും. ഇത് ഡിറ്റർമിനൻ്റ് കാണാൻ അറിയാലോ. എങ്ങനെയാണ്? ആദ്യം ഫസ്റ്റ് വാല്യൂ ഇൻറ്റു ആ ഫസ്റ്റ് റോ, ആ വാല്യൂ കൺസിഡർ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് റോയും ആ കോളും ഇല്ലാത്ത പോയിന്റ്സ് കൺസിഡർ ചെയ്യുക. അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന 3 ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു എക്സ്, ദെൻ മൈനസ് 1 ഇൻറ്റു 4 ഇൻറ്റു 3 മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു 4 ഇൻറ്റു മൈനസ് 1 മൈനസ് 1 ഇൻറ്റു 1 ഈക്വൽ ടു ആണ് മൈനസ് 10. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത്, ഈ ഒരു പോളിനോമിയൽ കിട്ടുന്നത്, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 2 അതിന് ഫാക്ടേഴ്സ് ആയിട്ട് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 6 ഈക്വൽ ടു 0 എന്ന് എഴുതാം. എക്സിൻ്റെ വാല്യൂസ് 2ഉം മൈനസ് 6ഉം ആണ്. ഓക്കെ, 2 മൈനസ് 6 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഇ ആണ് ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് അല്ല, മെട്രിക്സ് എ ഐ ജി be a square matrix of order 3 and let mij be the minus of aij. If m11 equal to minus 40, m12 equal to minus 10, m13 equal to 35 and a11 equal to 1, a12 equal to 3, a13 equal to minus 2, then the value of determinant a is equal to. Okay, ഡിറ്റർമിനൻ്റ് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, 3x3 മെട്രിക്സ് ആണ് തന്നിട്ടുണ്ട്. അതിൻ്റെ മൈനർ വാല്യൂസ് തന്നിട്ടുണ്ട്. m11 മുതൽ m12 m13 തന്നിട്ടുണ്ട്, a111 a12 a13 തന്നിട്ടുണ്ട്. ഇത്രയും തന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഒരു ഡിറ്റർമിനൻ്റ് എഴുതാം അല്ലേ. എങ്ങനെയാണ്? -1 all raised to I plus j mij aij, അതിൻ്റെ സമ്മേഷനാണ്. അപ്പോൾ അത് നോക്കൂ, m11 കൺസിഡർ ചെയ്യുമ്പോൾ ഐയും ജെയും 1ഉം 1ഉം ആണ്. ദാറ്റ് ഈസ് -1 all raised to 1 plus 1 m11 ഇൻറ്റു a11 പ്ലസ് -1 all raised to 1 plus 2 m12 a12 plus -1 all raised to 1 plus 3 m13 a13. കറസ്പോണ്ടിങ് വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. ആ വാല്യൂസ് എല്ലാം അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് -40 + 30 -70 വരും, വിച്ച് ഇസ് ഈക്വൽ ടു -80 ആണ്. ഓപ്ഷൻസ് ബി ആണ് ആൻസർ. ഓക്കെ, ഇന്ന് നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. കൂടുതലും മെട്രിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.